ബഹുമാന്യായ എം.എ. ഉമ്മൻ സാർ, ഈ വേദിയിൽ കീനോട്ട് അഡ്രസ്സ് നടത്തുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫൈനാൻസ് ശ്രീ കെ.ആർ. ജ്യോതിലാൽ IAS, സ്പെഷ്യൽ അഡ്രസ്സ് നടത്തിയ കേരളത്തിൻ്റെ വികസനത്തിൽ വളരെ താല്പര്യപൂർവ്വം എപ്പോഴും അഭിപ്രായം പറയുന്ന, പോസിറ്റീവായി കേരളത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ശ്രീ C. ബാലഗോപാൽ, ഇവിടെ പങ്കെടുക്കുന്ന രജിസ്ട്രാർ ഡോക്ടർ ഷറഫ്, ഇന്നത്തെ ഈ സദസ്സിൽ വളരെ പ്രമുഖരായിട്ടുള്ള അക്കാഡമിക് പണ്ഡിതന്മാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പം കെ.പി. കണ്ണൻ സാറിനെ പോലെയും ദിനേശ് അബ്രോഡ്, അതുൽ പിനാക്കി, ബാക്കി എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നത് വളരെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയാത്തവരെ വിട്ടുപോകുന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റു പേരുകൾ പറയുന്നില്ല. അക്കാഡമിക് കമ്മ്യൂണിറ്റിയാണ്, പ്രധാനമായും അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കോവിഡിന് ശേഷമുള്ള കേരളത്തിൻ്റെ പ്രവർത്തനം, കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് ബഡ്ജറ്റുകളിൽ കൂടി അതിന് സഹായകരമായ നിലപാടെടുത്തതെന്നുള്ളതാണ് പൊതുവിലുള്ള വിഷയം. അത് സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതും വിലയിരുത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ഞാനതിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല. കാരണം ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ അത് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ ബഡ്ജറ്റിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ അത് ആ ഇൻട്രസ്റ്റ് അതിനകത്ത് വരും. അതുകൊണ്ട് അത് കൂടുതൽ പറയാനായിട്ട് ഞാൻ, പക്ഷെ കോവിഡിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥയിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ധനകാര്യ രംഗത്തെ സംബന്ധിച്ച് ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ട്. സോഷ്യൽ ചേഞ്ച് മറ്റു പല മേഖലയിലും വന്നതിൻ്റെ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ബഡ്ജറ്റുകളെ നമ്മൾ കാണേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. കോവിഡ് വന്നതിന് മുമ്പുണ്ടായിരുന്ന കേരളവും ഇന്ത്യയും കോവിഡ് വന്നതിന് ശേഷമുള്ള ഇന്ത്യയും കേരളവും ലോകമാകെ മാറിയതുപോലെ വലിയ മാറ്റമുണ്ട്. അതിനകത്ത് ഇന്ത്യയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ 2017 ശേഷം 17, 18, 19 കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പ്രളയവും അതിനുശേഷം കോവിഡും ഒക്കെ വന്നു. അതിനു മുമ്പുണ്ടായിരുന്ന സാമ്പത്തിക കണക്കുകളുമായിട്ട് അതിന് ശേഷമുള്ള കണക്കുകൾ കമ്പയർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വന്നു. പ്രധാനം GST വന്നതോടുകൂടിയാണ്. നേരത്തെയുള്ള വരുമാനം നോക്കുമ്പോൾ GST സെൻട്രൽ ഗവൺമെൻറ് 50% പണം പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കണക്കും ഡേറ്റയും ഇല്ല. പഴയ കണക്ക് നോക്കിയാൽ 2011 കേരളത്തിൻ്റെ ആകെ SOTR നോക്കിയാൽ 25,000 കോടിയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് GSTയുടെ എഫക്റ്റ് ഇല്ല. സെയിൽ ടാക്സ് ആയിരുന്നു, വാറ്റായിരുന്നു. അപ്പം കോവിഡ് വന്നതിന് ശേഷമുള്ള കാലം നോക്കുമ്പോൾ കേവലം കോവിഡ് മാത്രമല്ല, ഇന്ത്യൻ എക്കണോമിയിൽ ഈ ടാക്സ് ഷെയറിങ്ങിനകത്ത് വന്ന വളരെ അന്യായമായതെന്ന് ഞാൻ പറയും ഡിവിഷൻ്റെ സ്വഭാവം കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടി നിന്നിട്ടാണ് നമ്മളിപ്പോൾ ബഡ്ജറ്റുകളുടെ വിലയിരുത്തൽ നടത്തണമെന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം 2017 മുതലാണ് പബ്ലിക് അക്കൗണ്ട് എന്ന നിലയിൽ നമ്മുടെ ട്രഷറിയിൽ കിടക്കുന്ന പണത്തിൻ്റെ കൂടി കട്ടിങ് ബോറോയിങ്ങിൽ വന്നത്. അതും ആദ്യമായിട്ട് വന്നു. അപ്പോൾ 2017 ശേഷം വന്നെങ്കിലും ഈ ഞാൻ ധനകാര്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്ന 2021 ശേഷമാണ്, 21 മെയ്യിലാണ് ഇൻ എഫക്റ്റ് ഈ പബ്ലിക് അക്കൗണ്ടിൻ്റെ റിഡക്ഷൻ്റെ എഫക്റ്റ് വന്നതും പിന്നീട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് 5% വരെ GSTPയുടെ 5% വരെ ബോറോയിങ് അനുവദിച്ച ഒരു കാലഘട്ടമായിരുന്നു കോവിഡ് സമയം. ബോറോയിങ്ങിൻ്റെ സ്പേസ് 5% ആയിരുന്നു. 4.5, 4 അങ്ങനെ വന്നപ്പോൾ ഈവൻ ദോ ഈ പബ്ലിക് അക്കൗണ്ടിൻ്റെ ഈ പുതിയ കാൽക്കുലേഷൻ വന്നെങ്കിലും ആ പബ്ലിക് അക്കൗണ്ടിൻ്റെ കുറവ് വന്നതിൻ്റെ എഫക്റ്റ് വന്നത് പുതുതായി വന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2.5 ഈ പബ്ലിക് അക്കൗണ്ടും കിഫ്ബിയും മറ്റ് ബോറോയിങ്ങും വന്നതിൻ്റെ കുറവും കൂടി വന്നത് കാരണം നമുക്ക് അത്രയും വരെ കുറയുന്ന സ്ഥിതി വന്നു ബോറോയിങ്ങിൽ. ഇപ്പോൾ 3% ഓഫ് ദി GSTP ആണ് ഇപ്പോൾ നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറവുകൾ ബോറോയിങ്ങിൻ്റെ കാര്യത്തിൽ വന്നു. നമ്മുടെ GST വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ഇതെല്ലാം കേവലം കോവിഡുമായി മാത്രം ബന്ധപ്പെടുത്തി നോക്കാൻ പറ്റില്ല. ആകെ നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന തരത്തിൽ, സ്റ്റേറ്റുകളെ ബാധിക്കുന്ന തരത്തിൽ, സ്റ്റേറ്റുകളുടെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനം വരികയാണ്. ഇതിൻ്റെ കൂടെ ഇന്ന് സംസാരിക്കുമ്പം ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ടത്. അത് ഞാൻ പിന്നെ തുടർന്ന് സംസാരിക്കുമ്പോൾ ആ കാര്യം പറയാം. കൂടുതൽ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. കോവിഡ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ
രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എന്ന നിലയിൽ അക്കാഡമിക് പ്രവർത്തകർക്കും ഇപ്പോൾ ക്ലാസ്സുകളിലെ സ്വഭാവത്തിൽ പോലും ടീച്ചേഴ്സിന് അറിയാം, നേരത്തെയുള്ള കോവിഡിന് മുമ്പുള്ള ക്ലാസ് റൂമുകളല്ല ഇപ്പോൾ, കോവിഡിന് മുമ്പുള്ള ക്യാമ്പസുകളല്ല, കോവിഡിന് മുമ്പുള്ള കമ്പനികളല്ല ഇപ്പോൾ ഉള്ളത്. വർക്ക് നിയർ ഹോമും വർക്ക് ഫ്രം ഹോമും IT-യിൽ ഒരിക്കലും IT സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയി ജോലി ചെയ്യാൻ പറ്റാതിരുന്നൊരു കാലത്തിന് പകരം നമ്മുടെ നാട്ടിൻപുറത്തേക്കൊക്കെ പോയി ജോലി ചെയ്യാമെന്നും ക്യാമ്പസുകളിലേക്ക് തിരിച്ചു വരാത്ത IT പ്രൊഫഷണൽസിൻ്റെ കാലവും കോവിഡ് ഉണ്ടായി. സംഘടനാ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വ്യത്യാസമുണ്ടായി, നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനത്തിന് വ്യത്യാസമുണ്ടായി, എല്ലാം കോവിഡിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അപ്പോൾ കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള വലിയ സാമൂഹിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തെല്ലാം ഉണ്ടായ നിശ്ചലാവസ്ഥയുണ്ട്, പുതിയ തരത്തിലുള്ള രീതികളുണ്ട്, ഇതെല്ലാം ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ സമയത്ത് വലിയ സ്റ്റാഗ്നേഷൻ ആയിരുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ GDP GSTP ഒക്കെ വലിയ കുറവുണ്ടായി. 2019-ലും 20-ലും ഒക്കെ നല്ല ഫോൾ ഉണ്ടായി, ഇന്ത്യയിലാകെ ഉണ്ടായി. അവിടുന്ന് നമ്മൾ കരകയറി വരുന്ന ഒരു സമയത്ത് നമ്മൾ നേരിട്ട് സവിശേഷമായ പ്രശ്നങ്ങളോട് അറിയുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊന്ന്, നമ്മുടെ ആകെ ഉണ്ടായിരുന്ന നികുതി വരുമാനം 2021 47,000 കോടിയോളമായിരുന്നു. നമ്മുടെ ടാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ടാക്സ് കൂടി, നോൺ ടാക്സ് 7,000 കോടിയായിരുന്നു. കോവിഡ് കാരണം കുറച്ച് ഇടിവ് വന്നിരുന്നു. അവിടുന്ന് അന്ന് നമുക്ക് ഈ കോവിഡ് വന്ന സമയത്ത് നമുക്കൊരു ബെനിഫിറ്റൂടെ വേറൊന്നുണ്ടായിരുന്നു. GST നടപ്പിലാക്കിയപ്പോൾ GSTയുടെ ഭാഗമായിട്ട് കോമ്പൻസേഷൻ സെസ് തന്നിരുന്നു. അപ്പം നിങ്ങൾക്ക് ഓരോ വർഷവും 14% വീതം ഗ്രോത്ത് ഉണ്ടാവും. ആ 14% വന്നില്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്തു തരാം. അതാണ് ഈ കോമ്പൻസേഷൻ സെസ്. ഞാൻ രാജ്യസഭാ അംഗമായിരിക്കുമ്പം അതിൻ്റെ സെലക്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എടുത്ത് പറയാറുള്ള കാര്യമുണ്ട്, അന്ന് കോവിഡ് ഈ GSTക്കെതിരെ ഡിസെൻറ്റ് നോട്ട് കൊടുത്ത 2-3 പേരേ ഉള്ളൂ. അതിലൊന്ന് ഞാനായിരുന്നു. അന്നും ഇന്നും ഈ GST അപകടകരമായൊരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സ്റ്റേറ്റുകളുടെയൊക്കെ റൈറ്റ് എടുത്ത് കളയുന്നതാണ്. ഞാൻ ആ സെലക്ട് കമ്മിറ്റി ചോദിച്ചൊരു കാര്യം, വലിയ എക്കണോമി, വലിയ ഡെവലപ്പ് ചെയ്യുന്ന സ്വതന്ത്രമായ വ്യാപാരമുള്ള അമേരിക്കയിൽ GST ഉണ്ടോ? GST ഇല്ല. അമേരിക്കയിലെ സ്റ്റേറ്റുകൾക്ക് അവരുടേതായ റൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെയും ഇല്ല. എന്തായാലും അത് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് സ്റ്റേറ്റുകളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്, 5 വർഷത്തേക്ക് ഞങ്ങൾ കോമ്പൻസേഷൻ സെസ് തരും. നമുക്ക് 12,000 കോടി രൂപ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ചുമതലയേറ്റെടുത്ത വർഷം 12,000 കോടിയുണ്ട്. അതിനടുത്ത വർഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ജൂൺ മാസത്തോടുകൂടി തീർന്നു. അപ്പോൾ അതിനു മുമ്പുള്ള ആ വർഷക്കാലങ്ങളിൽ നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിരുന്നു. അപ്പോൾ കോമ്പൻസേഷൻ 12,000 കോടിയാണ്. ഇപ്പോൾ അതിനേക്കാളും നമുക്ക് 14% ഒന്നും ഇൻട്രസ്റ്റ്, നമുക്ക് ഗ്രോത്ത് ഇല്ല എന്ന് മാത്രമല്ല, അത്ഭുതകരമായൊരു കാര്യം, ഞങ്ങളെല്ലാം മാസവും ഞങ്ങൾ കണക്ക് നോക്കും. ഫിനാൻസിൻ്റെ ഒരു വരുമാനം പ്രധാനമാണല്ലോ, ചിലവ് മാത്രമല്ലോ. ചിലവാണ് ആളുകൾ എപ്പോഴും സംസാരിക്കുന്നതെങ്കിലും വരുമാനത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറയലേ ഉള്ളൂ. വാർത്തകൾ വരുന്നത് അങ്ങനെയാണ്. നമുക്ക് റവന്യൂ അതുപോലെ കളക്ഷനും തമ്മിലുള്ള കമ്പാരിസൺ ഞങ്ങൾ നോക്കും. കളക്ഷൻ സാധാരണഗതി കേരളം പോലെ സ്റ്റേറ്റിൽ കളക്ഷൻ കുറവും റവന്യൂ കൂടുതലായിരിക്കണം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ IGST വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ടാക്സിൻ്റെ നിയമങ്ങൾ അറിയാവുന്നവർക്കറിയാം, ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നമുക്ക് കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി റവന്യൂ വരുമ്പോൾ നമുക്ക് കൂടുതൽ വരണം. ഞാൻ ചുമതലയേറ്റ ആദ്യം ഈ ഗിഫ്റ്റിൽ വരുമ്പോൾ ഇവിടുത്തെ അധ്യാപകരുൾപ്പെടെ ഞാൻ പറഞ്ഞതിന് എതിർത്തവരാ, തുറന്നെനിക്ക് പറയുന്നതിന് മടിയില്ല. ഞാൻ പറഞ്ഞു ഈ GST സമ്പ്രദായത്തിന് കുറച്ച് കുഴപ്പമുണ്ട്, അതിനകത്ത് IGST വരുന്നതിനകത്ത് പ്രോപ്പറായിട്ട് വരുന്നെന്ന് തോന്നുന്നില്ല. പിന്നീട് ആ കാര്യത്തിന് അംഗീകരിക്കുകയും ഒരു കാൽക്കുലേഷൻ്റെ കാര്യത്തിനകത്ത് കുറേ തർക്കങ്ങളും വാർത്തകളൊക്കെ വന്നെങ്കിലും അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിനകത്തേക്ക് വരുന്ന സാധനങ്ങൾക്ക് വേണ്ടത്ര GST പുറത്തുനിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ IGST വരുന്നില്ല. ഉദാഹരണം, കേരളത്തിനകത്ത് കളക്ട് ചെയ്യുന്ന തുക 1,200 കോടിയാണെങ്കിൽ വാസ്തവത്തിൽ അതിനേക്കാളും കൂടുതൽ പുറത്തുനിന്ന് വരണം. പക്ഷേ ഇപ്പോൾ കേരളത്തിനകത്തെ ഗ്രോത്ത് 10-11% ഉണ്ടെങ്കിൽ ടോട്ടൽ റവന്യൂ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ അത് 9, 8, 7 ആയി പോകുന്നു. അതൊരു വിഷയം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സിസ്റ്റമിക്കായിട്ടുള്ളൊരു എറർ തന്നെ ഉണ്ട്. നിരന്തരമായി ഞങ്ങളത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ നമ്മൾ ബഡ്ജറ്റ് 5 ബഡ്ജറ്റ്, ഒന്ന് സർ തോമസ് ഐസക് കഴിഞ്ഞ ഗവൺമെൻറ് ഭാഗമായി അവസാനം അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യവും മാറ്റിയിട്ടില്ല. പക്ഷേ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കൊണ്ടുവന്നിരുന്നു. അതിനകത്ത് വന്ന കാര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 5 ബഡ്ജറ്റിനകത്ത് ഒരെണ്ണം അങ്ങനെ വേണം. ഈ ബഡ്ജറ്റിൽ നമ്മൾ ഊന്നൽ കൊടുത്ത കാര്യം പ്രധാനമായിട്ടും ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടപ്പോൾ ഇതിനൊപ്പം ഒരു കാര്യം കൂടി വന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു ബോറോയിങ് കുറച്ചു. 2, കോമ്പൻസേഷൻ സെസ് കുറച്ചു. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഈ സമയത്താണ്, ഈ ഗവൺമെൻറ് വന്ന 5 വർഷം ഇപ്പോൾ തികയാണ്. തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്
ഫൈനാൻസ് കമ്മീഷൻ വന്നു. 14-ാം ഫിനാൻസ് കമ്മീഷൻ വന്നിട്ട് 15-ാം ഫിനാൻസ് കമ്മീഷൻ വരുന്നതിന് മുമ്പ് ഒരു ഇൻ്ററിം പീരീഡിൽ, ഒരു 1 ഇയർ പീരീഡിൽ അവസാനം കിട്ടിയ ഗവൺമെൻറ്റിന് അവസാന വർഷം. അത് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ഫിനാൻസ് കമ്മീഷൻ, 16-ാം ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് ഇപ്പോൾ വന്നേനെ. പുതിയ ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് ഇപ്പോൾ വന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, എപ്പോഴും പുതിയ ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ നിങ്ങൾക്കൊരു അഡീഷണൽ ആയിട്ടൊരു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡോ പിന്നെ ഇപ്പോൾ ഉള്ള അനോമലിയൊക്കെ പരിഹരിച്ച് കുറച്ച് പണം വരും. നമ്മുടെ നല്ല കാലത്തിന് അതുമില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം ഒരു ഇൻ്ററിം പീരീഡ് എന്ന നിലയിൽ 1 ഇയർ ലാസ്റ്റ് നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പാണ് അന്ന് 10,000 കോടിയോളം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടി. പിന്നീട് കുറച്ച് ബെനിഫിറ്റ് കിട്ടി. അതിനുശേഷം ആണ് ഈ ഗവൺമെൻറ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റും കിട്ടിയില്ല. അപ്പം ഈ വർഷം കഴിഞ്ഞാലേ, ഒക്ടോബർ നവംബർ കഴിഞ്ഞിട്ട് അവർ സബ്മിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്ത ഏപ്രിലേ ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റും കിട്ടിയില്ല. നമ്മുടെ റവന്യൂ ഒരിക്കൽ 3.8% ഓഫ് ദി ടോട്ടൽ ഡ്യൂസിൽ പൂളി കൊടുത്തുകൊണ്ടിരുന്നത് കുറഞ്ഞു വന്ന് അത് 2.5 ആയി. ഇപ്പോൾ അത് 1.9 ഉള്ളൂ. നിങ്ങൾക്കറിയാം, 2.5 1.9 എന്ന് പറഞ്ഞാൽ മാത്രം 8,000-9,000 കോടിയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കുറവെല്ലാം വന്നു. അത് കൂടാതാണ് കിഫ്ബിയുടെ പേരിലും പെൻഷൻ കമ്പനിയുടെ പേരിലും നേരത്തെ എടുത്ത പണം ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുക. ഒരു വർഷം ഏകദേശം 10,000-12,000 കോടി രൂപ നേരത്തെ ബോറോയിങ്ങിൻ്റെ പരിധി പെടാതെ ഉപയോഗിച്ചിട്ടിരുന്ന പണം ഇപ്പോൾ സ്റ്റേറ്റ് പ്ലാനിൽ നിന്ന് കുറവ് വരിക. അപ്പോൾ 57,000 കോടി രൂപ ഏകദേശം ഒരു വർഷം കുറവ് വരും ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. ആ 57,000 കുറവ് വരുമ്പോഴാണ് ഈ കോവിഡ് സമയത്ത് ശമ്പള പരിഷ്കരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. ധാരാളം കാര്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ കാര്യമുണ്ട്. അത് കൊടുക്കുന്നത് സ്ട്രീം ലൈൻ ചെയ്യുന്നതൊക്കെ ഒരു ധനകാര്യമന്ത്രിക്കും ധനകാര്യ വകുപ്പിനും എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ള പരിമിതിയൊക്കെ എല്ലാവർക്കും അറിയാം. ഈ നമ്മൾ വളരെ സീരിയസ് ആയ ആർട്ടിക്കിൾ ഒക്കെ കണ്ണം സാറൊക്കെ എഴുതുന്നത് നമ്മൾ വായിക്കാറുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് ഹിന്ദുവിൽ വാർത്തയുണ്ടായിരുന്നു. നമ്മുടെ ഈ അവർ ടാക്സ് സർക്കാരിന് കിട്ടുന്നതല്ല, അത് എത്രയോ വർഷത്തിന് ശേഷം ഒന്ന് അവർ ചെറിയൊരു ഇൻക്രീസ് ചില യൂസർ ഫീസിലൊക്കെ വരുത്തി, ബിൽഡിംഗ് ടാക്സിലൊക്കെ വരുത്തി അവർ ഏകദേശം 100% ഇൻക്രീസ് ആയി വന്നു. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആകെ കിട്ടുന്ന 100 കോടി രൂപയാണ് തനത് വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? തിരുവനന്തപുരം നഗരസഭയ്ക്ക് ആകെ. എന്നാൽ ലോകത്താകെ ഈ നഗരസഭകളൊക്കെയാണ് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡൽഹി മുംബൈ കോർപ്പറേഷൻ അവരുടെ ആ 2,400-2,500 കോടിയുള്ള പാലം തന്നെ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണെന്നുള്ള കാര്യം നവി മുംബൈ കോർപ്പറേഷനൊക്കെ. ഇങ്ങനെ നഗരസഭകൾക്ക് തന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ്. വലിയ നഗരസഭകൾക്ക് നമ്മളിപ്പോൾ ബഡ്ജറ്റിനകത്ത് അതിനകത്ത് ചില പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ചില ശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമം നടത്തിയാൽ പോലും അതിനുള്ള പരിമിതിയുണ്ട്. എങ്കിലും ഞാൻ പറയേണ്ട ഒരു കാര്യം, ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ 47,000 കോടി രൂപ ഉണ്ടായിരുന്ന വരുമാനം ഞങ്ങളിപ്പോൾ അതുപോലെ 7,000 കോടിയുള്ള തനത് വരുമാനം ഉൾപ്പെടെ 54,000 കോടിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം അതൊരു 95 ഫൈനൽ ഏജിയുടെ അക്കൗണ്ട് വരണം. അടുത്ത വർഷം അത് 1,05,000 കോടിയിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. 1,00,000-അടുത്ത് മേളിലേക്ക് എന്തായാലും പോകും. 1 ട്രില്യൺ മേളിലേക്ക് പോകും. അത് എല്ലാ മേഖലയിലും കുറച്ച് വർധനയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നികുതി വർദ്ധിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഇടയ്ക്കൊരു സെസ് പെട്രോളിനും മദ്യത്തിനും ഒരു കുപ്പിക്ക് 10 രൂപ എന്ന് വെച്ചപ്പോഴത്തേക്ക് എന്തൊരു ബഹളമായിരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ടും മദ്യത്തിന് പണം ടാക്സ് കൂട്ടിയിട്ടില്ല, പെട്രോളിനും ഡീസലിനും ടാക്സ് കൂട്ടിയിട്ടില്ല. രണ്ടും കൂട്ടാൻ പറ്റുന്നതിനപ്പുറം ഇനി പറ്റില്ല. കാരണം മദ്യത്തിന് കൂട്ടിക്കഴിഞ്ഞാൽ മയക്കുമരുന്നിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. ഞങ്ങളിവിടെ പെട്രോളിനും ഡീസലിൻ്റെ വില നിശ്ചയിക്കുന്നപ്പം കർണാടകത്തിൽ 9 രൂപ കേരളത്തെക്കാളും കുറവായിരുന്നായിരുന്നു അന്നത്തെ വലിയ വാദം. ഇപ്പോൾ അത് 2 രൂപ കുറവിലേക്ക് എത്തി. 7-8 രൂപ കർണാടക ഇടയ്ക്ക് കൂട്ടി. കേരളത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. മദ്യത്തിന് കൂട്ടിയിട്ടില്ല. മദ്യത്തിന് ഈ നിശ്ചിത വിലയ്ക്ക് ഇങ്ങനെ മദ്യം കിട്ടുന്ന ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ 4 വർഷമായിട്ട് കൂട്ടിയിട്ടേ ഇല്ല. അറിയാൻ വേണ്ടി ഞാൻ പറയാം. ഇവിടെ ഒരു നിങ്ങൾ വളരെ അക്കാഡമിക്കായിട്ട് കാര്യം നോക്കുന്നവരാണല്ലോ. അതും കൂട്ടിയിട്ടില്ല. അവിടെ നിന്നുകൊണ്ട് അന്ന് ടാക്സ് നമുക്ക് GST കൂട്ടാൻ പറ്റില്ലല്ലോ. ആകെ നമ്മുടെ കയ്യിലുള്ളത് പെട്രോളും മദ്യമാണല്ലോ. അവിടെ ഒന്നും കൂട്ടാൻ പറ്റുന്നില്ല. ഇലക്ട്രിക് വണ്ടികൾ ധാരാളം വന്നതോടുകൂടി ഇപ്പോൾ ഡീസൽ പെട്രോളിന് അല്പം ഒരു സ്റ്റാഗ്നേഷൻ വന്നു കഴിഞ്ഞു. ഫ്യൂച്ചറിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി വന്നത് എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇട്ടേക്കുന്ന GSTയിൽ ഉൾപ്പെടെ ഇട്ടേക്കുന്ന ഫൗണ്ടേഷൻ അങ്ങോട്ട് വരുമ്പം കുറച്ചുകൂടി മെച്ചം ഉണ്ടാക്കും എന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുള്ളത്. GSTയിൽ ഇപ്പം നമുക്ക് ഓഡിറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ തുടങ്ങി കുറച്ച് ഡിവൈഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും നന്നായി ഈ കാര്യം ചെയ്യുന്നൊരു സ്റ്റേറ്റ് എന്നുള്ള പേര് നോക്കുന്നുണ്ട്. അതിനകത്ത് നല്ലൊരു പങ്ക് വഹിക്കുന്നതാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെ നമ്മുടെ റിസർച്ചിനും സ്റ്റഡീസിനും ഒക്കെ. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തതിനകത്ത് ആദ്യം തന്നെ ഞാൻ ബഡ്ജറ്റ് വന്ന് പറഞ്ഞു, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ധാരാളമുള്ള സ്റ്റേറ്റാണ് കേരളം. പക്ഷേ ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരാൾക്ക് 1,000 രൂപ സൗജന്യമായി കൊടുക്കുന്നതിനേക്കാളും പ്രധാനമാണ് ഒരാൾക്ക് 2,000-3,000 രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കും ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാടെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളിൽ
കോവിഡ് കഴിഞ്ഞ സമയത്ത് നമുക്ക് വലിയൊരു ജമ്പ് ടാക്സിലുണ്ടായി. അതിനൊരു കോവിഡിൻ്റെ ഭാഗമായിട്ടുള്ള എക്കണോമിയുടെ റിസഷനെ മറികടക്കാൻ വേണ്ടി ഒരു പ്രത്യേക മാന്ദ്യവിരുദ്ധ പാക്കേജ് അവതരിപ്പിച്ചു. 2 ബഡ്ജറ്റിലായിട്ട് 20,000 കോടി രൂപ വെച്ച് 40,000 കോടിയുടെ മാന്ദ്യവിരുദ്ധ പാക്കേജ് അവതരിപ്പിച്ചു. പിന്നീട് റൂൾ 300 എന്ന് പറയുന്ന നമ്മുടെ നിയമസഭയിൽ പ്രൊവിഷനുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ. CMൻ്റെ ഒരു പ്രത്യേക റൂൾ 300 എന്ന് പറഞ്ഞാൽ മന്ത്രിമാർക്കോ CM ആർക്കായാലും അത് അവതരിപ്പിക്കാവുന്ന വഴി ക്ഷേമ പെൻഷൻ്റെയും മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അവതരിപ്പിച്ചു. അങ്ങനെ അതിനൊരു 5,000 കോടിയുടെ അധിക ബാധ്യത വന്നു. അങ്ങനെ 45,000 കോടി രൂപയുടെ അധിക പദ്ധതികൾ, അത് ചിലത് ടാക്സ് എക്സംഷനാണ്, ചിലത് പലിശ ഇളവാണ്, ചിലത് ചില എക്സ്ട്രാ സഹായങ്ങളാണ്. ഇങ്ങനെ 45,000 കോടി ഈ 3 പദ്ധതികൾക്ക് നമ്മൾ അവതരിപ്പിച്ചു. അത് വലിയ തോതിൽ എക്കണോമിയെ ചലിപ്പിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. നിങ്ങൾക്കറിയാം, കോവിഡ് കഴിഞ്ഞപ്പോൾ ധാരാളം വ്യവസായങ്ങൾ അടച്ചുപൂട്ടിപ്പോയി, തകർന്നുപോയി. പ്രത്യേകിച്ച് ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ, വലിയ സ്ഥാപനങ്ങളെ പോലും ബാധിച്ചു. പലതിനും ഈ പലിശ ഇളവും പ്രത്യേക ലോൺ പദ്ധതികളും നമ്മൾ കൊടുത്തതിന് സഹായം ഉണ്ടായി. അങ്ങനെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത പദ്ധതികൾ പലതുണ്ട്. അത് കൂടാതെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സാറിവിടെ പറഞ്ഞ വളരെ ശരിയാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് KSRTCക്ക് അതുവരെ ശമ്പളത്തിന് സഹായം ഗവൺമെൻറ് കൊടുത്തിരുന്നില്ല. പെൻഷൻ കഴിഞ്ഞ ലാസ്റ്റ് ഗവൺമെൻറ് ലാസ്റ്റ് പാർട്ടിൽ പെൻഷൻ 73 കോടി രൂപ ഒരു മാസം ഇപ്പം പെൻഷന് വേണ്ടി നമ്മൾ കടമെടുത്ത് കൊടുക്കുന്നുണ്ട്. 1000 കോടി രൂപയിൽ താഴെയാണ് വെക്കുന്ന ബഡ്ജറ്റിൽ 2,000-2,500 കോടി വരെ പലപ്പോഴും കൊടുക്കേണ്ടി വന്നു. ഇപ്പം ശമ്പളം കൂടി, ഈ വണ്ടി ഓടുന്ന ഡീസൽ അടിച്ച് ഓടുന്ന വണ്ടിക്ക് ശമ്പളം 80 കോടി ഒരു മാസം, 50 കോടിയും സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കും. ആദ്യമായിട്ട് അത് കൊടുക്കേണ്ടി വന്ന ധനകാര്യമന്ത്രി ഞാനാണ്. എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതൊക്കെ കേരളത്തിൻ്റെ ഒരു കുറച്ചുകൂടെ അത് എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമില്ല. നമുക്ക് ഇത്രയും വലിയൊരു മേഖലയാണ്. പക്ഷേ അതുകൊണ്ടിപ്പോൾ കൃത്യമായി ആ സംഭവം ഓടുന്നതും ഏകദേശം ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ മുഴുവനും കൊടുക്കേണ്ട തരത്തിലേക്ക് വന്നിരിക്കുക. ആ പദ്ധതിയും കൂടെ വരുവാണ്. അപ്പം കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കുന്നതല്ല, ഒരു വശത്തു കൂടി കൊടുക്കുന്ന സഹായമാണ്. പക്ഷേ CM EDP പോലുള്ള പദ്ധതികൾ, പിന്നെ ഈ വിവിധ മേഖലകളിലെ നമ്മുടെ സംരംഭകർക്ക് കൊടുക്കുന്ന സഹായം, 5% പലിശയ്ക്ക് 2 കോടി രൂപ വരെ കൊടുക്കുന്ന പദ്ധതി KFC നടപ്പിലാക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. 80,000 പേർക്കാണ് ഈ പദ്ധതി വഴി KFC എന്ന് പറയുന്ന കൊടുക്കുന്നതല്ല, സംരംഭകർക്ക് കൊടുക്കുകയാണ്. ധാരാളം സ്ഥാപനം പലിശ കുറച്ച് തന്നെ. KFCക്ക് നേരത്തെ ഉണ്ടായിരുന്ന പലിശ 13% ആയിരുന്നു എഫക്റ്റീവ്ലി. അത് 9%, ഇപ്പോൾ 10% കൊണ്ടുവന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ വഴി കൊടുക്കുന്ന അത് കുറച്ച് എഫക്റ്റീവാണെന്ന് എൻ്റെ ധാരണ. കാരണം ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, അതുപോലെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ വരിക. ബൾക്കായിട്ടുള്ള ഇതിലൊരു ഗ്രാൻഡ് കൊടുക്കുമല്ല. എംപ്ലോയ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു സപ്പോർട്ട് വരും. അപ്പോൾ അത്തരം പദ്ധതികൾ വഴി കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ കേരളത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും അതുകൊണ്ട് റോഡുകളും ഇപ്പം നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം 100 കോടി രൂപയ്ക്ക് അടുത്താണ് നമ്മുടെ ശ്രീകാര്യത്തിൽ വരുവാണ്. നമ്മൾ ഇനിഷ്യലി വെച്ചതിന് ഹോസ്റ്റൽ സൗകര്യം വേണമെന്നുള്ള ന്യായമാണ്. ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയും കൂടിയിട്ട് നല്ലൊരു ഹോസ്റ്റൽ വേണം ഇവിടെ കുട്ടികൾക്ക്. PhD സ്റ്റുഡൻസിന് ധാരാളം വന്നു. എല്ലാ സ്ഥലത്തും ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം അവസാനം എന്ന് നമ്മൾ കരുതുന്നു കാസർഗോഡും തിരുവനന്തപുരത്തേക്ക് എത്തുന്ന നാഷണൽ ഹൈവേ പൂർണ്ണമായി ശരിയാവും. അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്തൊരു അഡീഷണൽ ബർഡൻ ഓൺ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി യൂണിയൻ ഗവൺമെൻറ്. Acquisition cost, that they said that land cost is very high here, so you have to bear the cost, 25% cost. Land cost കൂടാണെങ്കിൽ naturally the number of vehicles increase. 10% of the total നമ്മുടെ ചെറിയ വാഹനങ്ങളും മറ്റ് കൺസംഷനും ഒക്കെ what is there, then income also will come, but we are compelled to give around 6,000 crores for land acquisition. അതും ഞങ്ങൾ പറഞ്ഞു അതിന് അഡീഷണൽ ബോറോയിങ് സ്പേസുകൾ അതും തന്നിട്ടില്ല. സോ എനിവേ നാഷണൽ ഹൈവേ ഈസ് ഗോയിങ് ടു ബി കംപ്ലീറ്റഡ് വിതിൻ 1 year. ദാറ്റ് മീൻസ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ 8 hours കൊണ്ട് എത്താൻ പറ്റും. വന്ദേ ഭാരത് ഇപ്പോൾ വന്ദേ ഭാരതിലാണ് എല്ലാവരും കയറുന്നത്. സ്പീഡ് റെയിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അതിന് ഒബ്ജക്ഷനൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾ ആർ ഗോയിങ് ബൈ വന്ദേ ഭാരത് ഓൺലി, ദോസ് ഹു അജിറ്റേറ്റഡ് അഗെയിൻസ്റ്റ് അസ്. ഏതായാലും വേഗതയുള്ള സൗകര്യങ്ങൾ വേണമെന്നുള്ള ആവശ്യമാണ്. അപ്പം നല്ല റോഡ് സൗകര്യം വരുന്നു. യൂണിവേഴ്സിറ്റീസും സ്കൂൾസും ഒരിക്കലും ഇത്രയും നല്ല ബിൽഡിങ്ങുകൾ വന്നിട്ടില്ല. ഞങ്ങൾ തൊട്ട് മുമ്പ് CMൻ്റെ മീറ്റിംഗ്
ഈ ഒരു സ്കൂളിലെ ഒരു ആശുപത്രിയിലൊക്കെ ബിൽഡിംഗ് പൊളിഞ്ഞ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നിലവിൽ ധാരാളം പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്, പക്ഷേ പഴയ ബിൽഡിംഗ് നിൽക്കുന്നു, അതിനെ ഒന്നി മെയിൻ്റനൻസ് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്യണം. ഇക്കാര്യത്തിലായിരുന്നു ആ മീറ്റിംഗ് ഇപ്പോൾ ഞങ്ങൾ പോയത്. നമ്മൾ ബഡ്ജറ്റിൽ പണമുണ്ട്. 5000 കോടി രൂപയാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സ്കൂൾ ബിൽഡിങ്ങിന് മാത്രം കൊടുത്തത്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ധാരാളം സമയത്ത് അവിടുത്തെ ഭരണസമിതിയിലുള്ള സിൻഡിക്കേറ്റിലുണ്ടായിരുന്നു. 5 കോടി രൂപ 10 കോടി രൂപ സ്വപ്നം കാണാൻ പറ്റുമായിരുന്നില്ല യൂണിവേഴ്സിറ്റിക്ക്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് നമ്മൾ ധാരാളം പുതിയ സൗകര്യങ്ങളുണ്ട്. ഹോസ്റ്റൽസിന് വേണ്ടി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ചിലരിവിടെ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ഉൾപ്പെടെ പണം വെച്ചിട്ടുണ്ട്. സിസ്റ്റത്തിൻ്റെ നമ്മുടെ വേഗത അറിയാമല്ലോ, അത് കാരണം ചിലത് പൂർത്തീകരിച്ചിട്ടില്ല. പണമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ എല്ലായിടത്തും വേണം. പിന്നെ ട്രാൻസ്ലേഷൻ റിസർച്ച് ലാബ്, സയൻസ് പാർക്ക്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേവലം കെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകളല്ല. വി ഹാവ് ടു മേക്ക് ഫെസിലിറ്റീസ് ടു ഡെവലപ്പ് ദി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇന്ത്യയിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആദ്യത്തെ ഇവിടെയാണ്. നമ്മൾ പിന്നെ ഇവിടെ തന്നെ ഈ ഗ്രഫീൻ ആദ്യ ബഡ്ജറ്റിൽ തന്നെ, രണ്ടാമത്തെ ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞാണ് ഗ്രഫീൻ പുതിയൊരു മേഖലയാണ്. ഗ്രഫീൻ സംബന്ധിച്ച് ഉള്ള റിസർച്ച് ഫെസിലിറ്റി, അങ്ങനെ ധാരാളം സ്ഥാപനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. ഇതിനൊപ്പമാണ് ഈ നാഷണൽ ഹൈവേ റോഡുകൾ മാത്രമല്ല, എടുത്തു പറയേണ്ടതും ഏത് കാലത്തും നമുക്ക് അഭിമാനത്തോടെ പറയാവുന്നതാണ് വിഴിഞ്ഞം പൂർത്തീകരിച്ചത്. ഈ പണം ഇല്ലാത്ത സമയത്ത് രൂപ ചിലവുള്ളപ്പോൾ അത് 2000 ചില്ലാനും കോടിയേ ഉള്ളൂ. PPP കൺസെഷനെയർ കമ്പനി അദാനിയുടെ, ബാക്കി 6000 കോടിയും സ്റ്റേറ്റ് കൊടുത്തതാണ്. കാരണം 6000 കോടി ഇപ്പം മുടക്കി ഇത് കംപ്ലീറ്റ് ചെയ്തില്ല കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഈ അടുത്ത വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ വരുന്ന തുറമുഖമായിട്ട് വിഴിഞ്ഞം മാറും അറ്റ് ദിസ് പ്രിലിമിനറി സ്റ്റേജ്. ദെൻ അത് മാത്രം വന്നാൽ പോരാ, നമ്മളൊരു ഗ്രോത്ത് കോറിഡോർ പറഞ്ഞു, വിഴിഞ്ഞം കൊല്ലം പുനലൂർ. അവിടെ മാത്രമല്ല, അപ് ടു കാസർഗോഡ് ഇൻഡസ്ട്രീസ് വരാം. കാരണം ഇപ്പോൾ പൂനെയിൽ നിന്നൊരു സാധനം കണ്ടെയ്നർ പോകണമെങ്കിൽ ദേ ഹാവ് ടു take it to Mumbai JNPT, then it should go to Dubai or Singapore or Sri Lanka, then further they have to load it. ഇപ്പോൾ directly such big vessels can come here and it will go directly from here. So അതുണ്ടാക്കുന്ന ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഈ കോവിഡ് കഴിഞ്ഞ ഈ ബുദ്ധിമുട്ടിനിടയിലാണ്. ഇതൊക്കെ ചിലവാക്കാതിരുന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ കയ്യിൽ പിന്നെ മറ്റു കാര്യങ്ങൾ ചിലവാക്കാമായിരുന്നു. ഇത്തരം കാര്യങ്ങൾ വന്നു. അപ്പോൾ ഇങ്ങനെ വന്ന കാര്യങ്ങളുണ്ട്. പിന്നീട് എയർപോർട്ടിൻ്റെയും പിന്നെ തീരദേശ സംരക്ഷണം, ഉമ്മൻ സാറ് തന്നെ പറഞ്ഞു, തീരദേശ സംരക്ഷണത്തിന് പ്രത്യേക പ്രയോറിറ്റി കൊടുത്തു. അതിനകത്ത് പുതിയ ടെക്നോളജി എപ്പോഴും വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മുടെ ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ രീതികൾ വളരെ കോസ്റ്റ്ലിയാണ്, അനാവശ്യ കൺസ്ട്രക്ഷൻ ആണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ നമുക്ക് പറയാവുമ്പോൾ ഒറ്റയ്ക്കെല്ലാം പരിഹരിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണം ഞാൻ പറയാം, കൊല്ലം കോടതിയുടെ ആദ്യത്തെ ഡിസൈൻ വന്നത് 147 കോടിക്കാണ്. അത് വീണ്ടും അതിൻ്റെ കണക്കൊക്കെ നോക്കി ഹൈക്കോടതി ജഡ്ജിമാരും കൂടെ എന്നെ സഹകരിച്ചു. IIT ആയിട്ട് ഡിസൈൻ ചെയ്തപ്പോൾ അത് 90 കോടി താഴെയാണ്. നിയമസഭാ മന്ദിരം ഇപ്പോൾ പണിയുന്ന പുതിയ മന്ദിരത്തിൻ്റെ കോസ്റ്റ് 20%, ഏകദേശം 10-15 കോടി കുറച്ചു. കൺസ്ട്രക്ഷൻ എപ്പോഴും ഓവർ ഡിസൈനാണ്. നമ്മുടെ ഓവർ ഡിസൈനാണ്. അത് നമുക്ക് ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കണം. കോസ്റ്റ് ഓവർ റണ്ണുണ്ട്, ടൈം ഓവർ റണ്ണുണ്ട്. എന്തായാലും അതിനകത്ത് ഇത്തരം പുതിയ പിന്നെ ഫെസിലിറ്റി വരുന്നതിനകത്ത് നമ്മൾ കുറവ് വരുത്തിയിട്ടില്ല. എല്ലാ സ്ഥലത്തും കോടതി ആയാലും യൂണിവേഴ്സിറ്റീസ് ആയാലും സൗകര്യങ്ങളായാലും. ഇപ്പോൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലയിൽ CDSന് 5 കോടി രൂപ കഴിഞ്ഞ വർഷം വെച്ചു. CDS അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്നും വലിയ സഹായമൊന്നും, സെൻറ്ററിൻ്റെയൊക്കെ പലതും ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഒരു സ്ഥാപനമാണ്, അവർക്ക് പണ്ടത്തെ ഒരു സ്ഥിതിയിലില്ല. അതുകൊണ്ടാണ് 5 കോടി രൂപയാണ് ബഡ്ജറ്റ് വെച്ചത്. അവർ തന്നെ അത് പ്രതീക്ഷിച്ചില്ല കേട്ടോ സാർ. ഞാൻ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ 5 കോടി രൂപ നമ്മൾ വെച്ചു. ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങളെല്ലാം നന്നായി പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വേണം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ പിന്നെ വിഴിഞ്ഞം പോലുള്ള സാധനം വരുമ്പോൾ അതിന് ചുറ്റുപാടുള്ള ഇൻഡസ്ട്രി വരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് നമ്മൾ ധാരാളം, ഞാൻ നേരത്തെ പറഞ്ഞത് തീരദേശത്തിൻ്റെയാണ്. തീരദേശത്തിലെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ 300 കോടിയൊക്കെ ഉള്ള ചെല്ലാനം പോലുള്ള പദ്ധതികൾ വരുമ്പോൾ തന്നെ ഈ ജിയോ ട്യൂബ് വളരെ ലാഭകരമായി ചെയ്യാവുന്ന പുതിയ കണ്ടുപിടുത്തം വന്നാൽ അതിപ്പോൾ പൂവാറി ചെയ്യുന്നുണ്ട്. 100 കോടി രൂപയാണ് ഇപ്പോൾ ജിയോ ട്യൂബ് മാത്രം ചെയ്യാൻ പറഞ്ഞു. ജിയോ ട്യൂബ് ആകുമ്പോൾ കുറച്ചുകൂടി ഈ തീരത്തെ സംരക്ഷിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതൊരു റിസർച്ച് ഡെവലപ്മെൻറ്റ് മേഖലയിൽ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സാറ് പറഞ്ഞ കണ്ടൽക്കാടും മറ്റതൊക്കെ സംരക്ഷിക്കപ്പെടും. നേരെ കൊണ്ടുവന്ന് വലിയ മലകൾ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു അക്കാഡമിക് ഈ റിസർച്ചിൻ്റെ ലാസ്റ്റ് വാക്കൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിനും നമ്മളതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ സൗകര്യങ്ങൾ വരാൻ വേണ്ടി വെച്ചു. അതോടൊപ്പം തന്നെ ഈ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ട് കേരളത്തിലുള്ളത് പോപ്പുലേഷൻ്റെ ഒരു കൺട്രോൾ വന്നതിൻ്റെ ഭാഗമായുള്ള ഡെമോഗ്രഫിയിലെ വ്യത്യാസമാണ്. ഞങ്ങൾ SLCക്ക് എഴുതുമ്പം 5.5 ലക്ഷം പേരാണ് എഴുതുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന പലരും സ്കൂളിൽ ചേരുമ്പോൾ 6 ലക്ഷം പേരാണ് ഒരു വർഷം 1ാം ക്ലാസ്സിൽ ചേരുന്നത്. 6 ലക്ഷം പേരുണ്ടായിരുന്നു. ഇപ്പോൾ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം
ഇപ്പോൾ കഴിഞ്ഞ വർഷം 2,90,000 പേരെ 1ാം ക്ലാസ്സിൽ ചേർന്നുള്ളൂ. ഈ വർഷം അത് 2,90,000 താഴെയായി. വേറെ എങ്ങും ചേർന്നല്ല, അൺഎയ്ഡഡ് ഉൾപ്പെടെ അത്രേ ഉള്ളൂ. പോപ്പുലേഷൻ കുറയുന്നുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേറെ ജോലിക്ക് എടുക്കുന്നത്. ഇപ്പോൾ അത് നിന്നു. അല്ല, പഠിക്കാൻ വേണ്ടി മാത്രം പോവല്ല, കാരണം എല്ലായിടത്തും ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളത് ഇവിടെ പ്രായമുള്ളവർ മാത്രം പോരാല്ലോ, മാത്രമല്ല നമ്മുടെ എക്കണോമി ചലിക്കണമല്ലോ. അതിനിവിടെ കൂടുതൽ ജോലി ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത്. നാട്ടുമ്പുറങ്ങളിൽ വർക്ക് നിയർ ഹോമും വർക്ക് ഫ്രം ഹോമും അത് IT മാത്രമൊന്നുമല്ല. ഞാൻ ബഡ്ജറ്റുകളിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കുറേ പേരുണ്ട്. ഇപ്പം മാവേലിക്കരയിലെ 70 കോടി രൂപയുടെ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നൊരു പയ്യനെ പറ്റിയുള്ള വാർത്ത കേട്ടപ്പോൾ ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പ്യൂട്ടർ ചിപ്സ് അല്ല, ഏത്തക്ക ഉപ്പേരിയ, ബനാന ചിപ്സാണ്. ആ ലെയ്സ് പോലുള്ള കമ്പനികളെ കോമ്പീറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി നമ്മുടെ ഒരു റൂറൽ മാർക്കറ്റിംഗാണ് അതിൻ്റെ. ഓപ്പൺ പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ അതുപോലെ യൂണിക്കോൺസ് പലതും കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇത് പല സ്ഥലങ്ങളിലാണ്, റീജിയണലി. സുൽത്താൻ ബത്തേരിയിലുണ്ട്, റിമോട്ടായ സ്ഥലം വേണ്ടി പറയാം. നമ്മുടെ പാലക്കാടിൻ്റെ ഇന്ത്യയിലുണ്ട്. ഇത് പല മേഖലയിൽ. ഇപ്പം ഡോക്ടർ ബാലഗോപാലിൻ്റെ സംസാരം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, C. ബാലഗോപാലിൻ്റെ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ ഞാൻ ബഡ്ജറ്റിൽ കോട്ട് ചെയ്തിരുന്നു. കാരണം ഇതൊക്കെ പോസിറ്റീവായ കാര്യമാണ്. ഇത്രയും കാര്യങ്ങളിവിടെ ഉണ്ട്. ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ കൃത്രിമ പല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി കേരളത്തിലാണ്, മൂവാറ്റുപുഴയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ സ്പൈസസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന കമ്പനി കേരളത്തിലാണ്. ലോകത്തിൽ അദ്ദേഹം തന്നെ ഇപ്പോൾ ചെയർ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാങ്ക് നിർമ്മാതാക്കൾ കേരളത്തിലാണ്. അപ്പോൾ കേരളം ഒരു മോശമായ സ്ഥലമല്ല. കഴിഞ്ഞ ദിവസം അശ്വിനി വൈഷ്ണവ്, സെൻട്രൽ IT മിനിസ്റ്റർ, ഒരു കാര്യം ട്വീറ്റ് ചെയ്തു. അത് പറഞ്ഞത്, ദ ലാർജസ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് ഹാപ്പൻ ഇൻ കേരള. നേത്ര സെമി എന്ന് പറയുന്ന സെമി കണ്ടക്ടർ കമ്പനിയാണ്. അത് 2 തരത്തിൽ എനിക്ക് സന്തോഷമാണ്. കൊട്ടാരക്കരയിലെ സോഹോ എന്ന് പറയുന്ന കമ്പനി ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. കൊട്ടാരക്കര ഒരു 2 ടയർ സിറ്റി ആണല്ലോ. അവിടെയാണ് അവർ വന്നത്. അവിടെ വന്നത് ചെയ്യുന്നത് വെച്ചാൽ കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നോളജി കമ്പനിയാണ്. അവരാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് നേത്ര സെമി എന്ന് പറയുന്ന സാധാരണ ഈ സെമി കണ്ടക്ടറൊക്കെ ലോങ് ജസ്റ്റേഷൻ പീരീഡ് ഉള്ളതുകൊണ്ടൊക്കെ ആരും അത് ഇൻവെസ്റ്റ് ചെയ്യില്ല. സോഫ്റ്റ്വെയർ പോലെ ഫ്രീക്വൻറ്റ് മണി പെട്ടെന്ന് കിട്ടില്ല. അത് കേരളത്തിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ ആണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ടെക്നോ പാർക്കിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ ട്രസ്റ്റ് പാർക്കിലാണ് ചെയ്യുന്നത്. ഈ ട്രസ്റ്റ് പാർക്ക് പോലെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. ഇത്തരം ധാരാളം സ്ഥാപനങ്ങൾ ഈ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്ന ഈ GPU ക്ലസ്റ്റർ, GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ്, സയൻസ് പാർക്കുകളുടെ കാര്യങ്ങൾ നടക്കുന്നു. പുതിയ IT പാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഫ്രീഡം സ്ക്വയർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എപ്പോഴും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുത്തി, സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ ടൂറിസത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല തുടങ്ങിയവയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം ഇപ്പോഴും വലിയ പരാതി പലപ്പോഴും വരാറുണ്ട്, മരുന്ന് കിട്ടുന്നില്ല എന്നുള്ള പരാതി പണ്ടേ ഉണ്ട് കേരളത്തിൽ. പണ്ട് മരുന്ന് കിട്ടാതിരിക്കുന്നത് പാരാസിറ്റമോളോ പെൻസിലിനായിരുന്നെങ്കിൽ ഇപ്പം കിട്ടാത്തതിനെ പറ്റിയുള്ള പരാതി സ്റ്റെൻറ്റ് കിട്ടുന്നില്ല എന്നാണ്. നിങ്ങളൊന്ന് വളരെ സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ചേ. ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, മന്ത്രിയാണെന്നുള്ളതുകൊണ്ട്. പക്ഷേ സ്റ്റെൻറ്റ് കിട്ടാതിരിക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റെൻറ്റ് മുഴുവൻ ആൾക്കും വരുന്നാൾക്കും സ്റ്റെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യം 1500 കോടി 1400 കോടിയാണ് 700 കോടി വെച്ചിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരുന്നത്. അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സോഷ്യൽ സെക്യൂരിറ്റി കുറവ് വരുത്താതെ നമുക്ക് ഭാവിയിലേക്ക് റിസർച്ചും ഡെവലപ്മെൻറ്റും വരണമെന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ടൂറിസത്തിൻ്റെ കാര്യത്തിലും പുതിയ ധാരാളം, ഇപ്പം മൈസ് ടൂറിസത്തിന് വേണ്ടിയിട്ട് 50 കോടി KFCന്ന് 50 കോടി വരെ കൊടുക്കാനുള്ളൊരു ലോൺ സ്കീം വന്നു. ഇപ്പം അതിൻ്റെ ഫൈനൽ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനകത്തൊരു പലിശ സബ്സിഡി ആദ്യത്തെ 1-2 വർഷം കൊടുക്കണം. കാരണം എന്താ, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ വരണം. ഇപ്പോൾ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ അതുപോലെ തന്നെ പല ഇവൻറ്റ്സും വരുന്ന പ്രധാനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫൊക്കാനോടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുമരകത്ത് പോയി. അവിടുത്തെ ഹോട്ടലിൽ. അപ്പോൾ ആ ഹോട്ടലിൽ അവർ പറഞ്ഞു 13 ഏക്കറിലാണ് ആ പ്രോപ്പർട്ടി. സാർ, ഇപ്പോൾ ഞങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് വരുന്നുണ്ട്, അത് വലിയ ലാഭമാണ്. കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരാളുകളായിരുന്നു. ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ആ ഹോട്ടൽ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഇവൻറ്റ് മാനേജ്മെൻറ്റ് സെറ്റാണ് കൊണ്ടുവരുന്നത്. അവിടെ വന്ന് കുമരകത്തിൻ്റെ തീരത്ത് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവിടെ ഈ പണം കൂടാതെ തന്നെ വലിയ ഇവരുടെ പ്രോപ്പർട്ടി കൂടാതെ തന്നെ മറ്റുള്ള സൗകര്യമൊക്കെ വെച്ചിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഇത് കേരളത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ 2-3 കോടി അവർ ചിലവാക്കുന്നത്. അതിൻ്റെ സ്വാഭാവികമായിട്ട് അതിൻ്റെ എംപ്ലോയ്മെൻറ്റും ടാക്സും വരും. നമുക്ക് ഇത്രയും നല്ല സ്ഥലങ്ങളുള്ളതിനെ
നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ മൈസ് ടൂറിസത്തിന് വലിയ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററും മറ്റും വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ പണം വെച്ചേക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ കുറേയേറെ കാര്യങ്ങളുണ്ടാവും, അതിനകത്ത് ഞാൻ എല്ലാം എടുത്തു പറയുന്നില്ല. ഈ ബഡ്ജറ്റിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പിന്നെ ഒന്ന് നോക്കുന്നതിന് നമ്മുടെ കേരളത്തിലെ എക്കണോമിയെ കൂടുതൽ സജീവമാക്കാൻ വേണ്ട കാര്യങ്ങളും നിർദ്ദേശങ്ങളും വരേണ്ട ഇവിടാണ്. അതൊക്കെ പറയേണ്ടത് വലിയ അക്കാഡമിക് പണ്ഡിതന്മാരോടുണ്ട്. പക്ഷേ ഇതിനൊപ്പം കേരളത്തിലെ ഇപ്പം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് പൊതുവിൽ ഇപ്പോൾ 1.25 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് വലിയ പ്രതീക്ഷ പറഞ്ഞു, അടുത്ത വർഷം ഞങ്ങൾ 2 ട്രില്യണിലേക്ക് എത്തും. അപ്പം കേരള എക്കണോമി ഒരു മുന്നോട്ട് വരവിൻ്റെ പാതയിലാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ ഞങ്ങൾക്കെല്ലാം തന്നുകൂടെ എന്ന് ചോദിക്കുന്നതുകൊണ്ട്. അത് വേറെ ഈ സ്റ്റാഗ്നേഷനിൽ നിന്ന് അല്പം കയറാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞതിനർത്ഥം. അതിനൊപ്പം നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ നോക്കി, ഫിനാൻസിൻ്റെ നേരെ ഡയറക്ഷനിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളൊന്ന് KSFE, മറ്റൊന്ന് KFC, പിന്നെ ഇൻഷുറൻസ് വകുപ്പുണ്ട്, നാഷണൽ സേവിങ്സ് ഉണ്ട്, ബാക്കിക്കുറിയുണ്ട്. ഇത് ഇത്രയും കൂടെ കൈകാര്യം ചെയ്യുന്ന ഏകദേശം 1,70,000 കോടി കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞങ്ങൾ അതിൻ്റെ ഒന്നും പുറത്തേക്ക് കാണിക്കത്തില്ല, കാരണം പരസ്യം പോലും അധികം കൊടുക്കത്തില്ല. എന്നാലും KFC, KSFE 1 ലക്ഷം കോടി അവരുടെ ബിസിനസ്സിലേക്ക് എത്തി. 50,000-55,000 കോടിയായിരുന്നു 5 വർഷം മുമ്പ്. അവിടെ നിന്ന് ഇപ്പോൾ 1 ലക്ഷം കോടിയിലേക്ക് എത്തി. ഈ അടുത്ത വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തതിൻ്റെ ആ 1 ലക്ഷത്തിലേക്ക് എത്തിയതിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ ആഘോഷം നടത്തുകയാണ്. 4,000 കോടിയായിരുന്നു KFC. നേരത്തെ ഉണ്ടായിരുന്ന KFCയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ വലിയ പലിശയായിരുന്നു, ആളുകളെ അറിയാമല്ലോ. KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. ഇപ്പോൾ പലിശ തന്നെ കുറച്ച് ബാങ്കുകളിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തു തന്ന സ്ഥിതിയുണ്ട്. ഇങ്ങനെ നമ്മുടെ പിന്നെ ലോട്ടറി 1 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്നൊരു മേഖലയാണ് ലോട്ടറി. 1 ലക്ഷം പേർ അതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ലോട്ടറിയുടെ ഗവൺമെൻറ്റിലേക്ക് വരുന്നത് ബഡ്ജറ്റിനകത്ത് വരുമ്പോൾ മൊത്തം കണക്കും ലോട്ടറി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് സെയിൽസ് എത്ര ഉണ്ടോ അത് മൊത്തം നമ്മുടെ ഇൻകം സൈഡിൽ വരും. എക്സ്പെൻഡിച്ചർ സൈഡിൽ നിന്നാണ് ഈ ടാക്സും പ്രൈസും കമ്മീഷനും എല്ലാം പോകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിന് കിട്ടുന്ന പണം വലിയ പണമല്ല, പക്ഷേ 1 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് തന്നെ ഈ ഘട്ടത്തിൽ പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനകത്ത് സ്ട്രീം ലൈനിങ് ഓഫ് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഇനി ശക്തമായിട്ട് തുടരണം. നമുക്കുള്ള പോലെ പൊതുവിതരണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഇത്രയും പണം വേറെ കൊടുക്കുന്നില്ല. നെല്ലിനുൾപ്പെടെ പണം കിട്ടുന്നില്ല എന്നൊക്കെ ചില പരാതി വരുമ്പോഴും നെല്ലിന് ഇത്രയും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് വേറെയില്ല, റബ്ബറിന് കൊടുക്കുന്നത് വേറെയില്ല. അതൊക്കെ കുറച്ചുകൂടെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് കൊടുക്കുന്നതിനകത്ത് 5 മാസം ഡിലേ വന്നിരുന്നു. അതിപ്പം കൊടുത്തു തീർത്തു. ഇനിയിപ്പോൾ ഓണമാണ്. ഓണം വരുമ്പോൾ ഇനി 2 മാസത്തേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഡിലേ ഉള്ളൂ. ഓണം വരുമ്പം വീണ്ടും അതിൻ്റെ ഡിലേ കുറയ്ക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ കുടിശ്ശിക കുറയ്ക്കത്തക്ക വിധത്തിലേക്ക് പണം കൊടുക്കണം. അതെല്ലാം നമ്മൾ കൊടുത്തു പോകും. പക്ഷേ സ്ട്രീം ലൈനിങ് ആവശ്യമാണ്. ഒരു 20% എങ്കിലും ഡബിളിങ് വരുന്നുണ്ടെന്നുള്ള സംശയം എനിക്കിപ്പോഴും ഉണ്ട്. അതിൻ്റെ പരിശോധന നടക്കുന്നേ ഉള്ളൂ. അത് ചിലതൊക്കെ നമ്മൾ ഇടയ്ക്ക് പരിശോധിച്ചില്ല. 1,400 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ മേടിച്ചല്ലോ ക്ഷേമ പെൻഷൻ, നിങ്ങൾക്കറിയുന്നതാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണം. കാരണം നമ്മൾ തെറ്റായ ആളുകൾ ഇപ്പോൾ ഇഷ്ടിക കണ്ടിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗമായവരുമുണ്ട്. സൂചിയും നൂലും കണ്ടോ ഇത് തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചില പരിമിതി പുറത്തു വരാനുണ്ട്. സൂചിയും നൂലും കണ്ടാൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാവാം എന്നുള്ള അവസ്ഥ വരാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും അനാവശ്യമായിട്ട് മേടിക്കുമ്പോൾ അത് ആരെയാണ് ബാധിക്കുന്നത്? ഡിസർവിങ് ആളെയാണ്. ഏറ്റവും സാധാരണക്കാരനും പാവപ്പെട്ടവനും കിട്ടേണ്ട ഒരു തെറ്റായ ആളുകൾ മേടിക്കുന്നത് ഭാവിയിലായാലും സ്ട്രീം ലൈൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ആധാർ ലിങ്കിങ്ങും മറ്റുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ സാർ ഇവിടെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ച് അങ്ങനെ ഇതിനേക്കാളും മെച്ചപ്പെട്ട സ്ഥിതി വരണം. അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് അത്ര എല്ലാവരും നിങ്ങൾ ഈ മേഖലയിലുള്ളവർ തന്നെ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ആകെയുള്ള നമ്മുടെ റവന്യൂവിൻ്റെ ഏകദേശം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നതുമായിട്ടുള്ളൊരു കമ്പാരിസൺ എൻ്റെ കയ്യിലുണ്ട്. അത് ഏകദേശം പിന്നെ 20% നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കുറഞ്ഞു എന്നുള്ള ഒരു കണക്കാണ്. നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആകെയുള്ള റവന്യൂവിൻ്റെ 74% ഇപ്പം നമ്മൾ തന്നെ കണ്ടെത്തേണ്ട സ്ഥിതി. നേരത്തെ ഇന്ത്യയിലെ ആകെ ശരാശരി എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസസ് റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പറഞ്ഞത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ആകെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ യൂണിയൻ ബിക്കോസ് ദേ ആർ കളക്ടിങ്
വളരെ തെറ്റായ കാര്യമാണ്. ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും തെറ്റായ പ്രവണതയാണ് ഇന്ത്യ നടക്കുന്നത്. anyway they are collecting everything and additional cess whatever they are collecting, that is not they are not dividing, and 53% of the എല്ലാ സ്റ്റേറ്റിനും കിട്ടും 53%. കേരളത്തിന് അത്ര എപ്പോൾ കിട്ടുന്ന അറിയോ? അത് കുറഞ്ഞ് ആ 53 എന്ന് പറഞ്ഞിട്ട് 26% മറ്റുള്ളൂ ലാസ്റ്റ് കണക്ക്. ചില സ്റ്റേറ്റ് ഉണ്ട് 73% കിട്ടുന്ന 2-3 സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ അതിനൊന്നും എതിരല്ല. സ്റ്റേറ്റ്സ് നീഡ്സ് മോർ ഹെൽപ്പ്, ഈവൻ ബിഗർ. സോ ഇന്ത്യയിലെ ഈ സാധനം പണം താഴോട്ട് കൊടുക്കുമ്പം ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ബിക്കോസ് വി ആർ ഫേസിങ് പ്രോബ്ലംസ് ആക്ച്വലി സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് ആണ്. സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസും കഴിഞ്ഞു. സോ ദേ ആർ സേയിങ് ദാറ്റ് യു ഹാവ് ടു wait until the others grow. How much we have to wait? Dr. Manmohan Singh കെയ്ൻസിൻ്റെ ഒരു വാചകം പാർലമെന്റിൽ പറഞ്ഞിരുന്നു. BJP ഗവൺമെന്റിനെ അദ്ദേഹം വിമർശിച്ചപ്പോഴാണ് സം ഡേ എവറിത്തിങ് വിൽ ബി ഓക്കെ. അപ്പോൾ കെയ്ൻസ് പറഞ്ഞു ബാക്കി പ്രയോഗം എങ്ങനെയാ? സോ എവരിവൺ വിൽ ബി ഡെഡ് എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഒരു കാലം വരുമ്പോഴത്തേക്ക്, അതുകൊണ്ട് ആ തരത്തിൽ ഒരു സമീപനം പറഞ്ഞിട്ടല്ല. നമുക്ക് സ്കൂളുണ്ട്, കോളേജുണ്ട്, ആശുപത്രിയുണ്ട്. സോ യു ഹാവ് ടു വെയിറ്റ് മറ്റു സ്റ്റേറ്റുകൾക്ക് ഇതേപോലെ ആവട്ടെ എന്നാണ്. അത് ശരിയായൊരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞ നമ്മുടെ റവന്യൂവിനകത്തെയും തോതിലുള്ള ഇട്ട് വരുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അത് അറിയുന്നവരായതുകൊണ്ട് ഞാൻ ആ കണക്കുകൾ എടുത്തു പറയുന്നില്ല. നമുക്ക് 2021 24-25 ഇടയിൽ കേരളത്തിൻ്റെ തനത് വരുമാനം 56% നിന്നും 74.8% ആയിട്ട് ഉയർന്നു. ഏത് നമ്മുടെ ആകെ വരുമാനത്തിൽ നമ്മുടെ സ്വന്തം, ബാക്കി അവിടെ നിന്നുള്ളത് കുറഞ്ഞു. ഈ അവസ്ഥ തുടരുന്നത് ടാക്സിൻ്റെ ഡിവിഷനിൽ മാത്രമല്ല. വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പണ്ഡിതയായിട്ടുള്ളൊരു അധ്യാപിക ദിവസം ഒരു യൂട്യൂബ് സംസാരത്തിൽ പറഞ്ഞു, കേരളത്തിൽ കടം കയറി രാഷ്ട്രീയക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ അത് വെച്ചല്ല പറയുന്നത്, അവർ കടം കയറി ഇപ്പം 6 ലക്ഷം കോടി കടമായി. ഇങ്ങനായ എങ്ങനെയാണ്? അപ്പോൾ വാസ്തവത്തിൽ അത്രയും കടമില്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെയോ 50 വർഷത്തെയോ ബോറോയിങ്ങിൻ്റെ എന്നാൽ ഈ വർഷം അവസാനം ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 4,70,000 കോടി ആവത്തുള്ളൂ. ഞാനൊരു കണക്കെടുത്ത് നോക്കി. പിന്നെ ശ്രീ കെ കരുണാകരൻ, ശ്രീ കെ നായനാർ, ശ്രീ AK ആന്റണി, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ VS, ഒന്നാം പിണറായി സർക്കാർ, ഈ സമയത്തൊക്കെ ഓരോ 5 വർഷം കൂടുമ്പോഴും അങ്ങനെയാണ് കടം പെരുകുന്നതെന്ന്. കടം പെരുകുന്ന വെറുതെ അല്ല. 2006 24,000 ബേസിക്, 25,600 ബേസിക് സാലറി ഉണ്ടായിരുന്ന അഡീഷണൽ സെക്രട്ടറിക്ക് ഇപ്പോൾ 1,40,000 രൂപ. എല്ലാം പ്രൊഫസർമാർക്കും എല്ലാം ഇൻഫ്ലേഷനും എല്ലാം വരും അതി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ കണക്ക് നോക്കുമ്പോൾ എല്ലാ 5 വർഷം കൊണ്ടും ഓരോ 5 വർഷം കഴിയുമ്പോഴും 90% ഓർ 100% ആണ് ബോറോയിങ് ഇൻക്രീസ് ചെയ്യുക. GDPയും ഒക്കെ വളർന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കഴിഞ്ഞ് VS ഗവൺമെൻറ് കഴിഞ്ഞ് 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ചാർജ് എടുക്കുമ്പം 86,000 ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ടോട്ടൽ കടം. അത് 2016 ഒന്നാം പിണറായി സർക്കാർ ചാർജ് എടുക്കുമ്പോൾ 1,56,000 കോടിയായി. ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞിട്ട് രണ്ടാം പിണറായി സർക്കാർ ഐസക്കിൻ്റെ കാലം കഴിഞ്ഞ ആ സമയത്ത് അത് 2,96,000 ആയി. ഓർമ്മയാണ്, ചിലപ്പോൾ 5,000-6,000 കോടിയൊക്കെ വ്യത്യാസം വരും. 2,96,000 ആയി. അപ്പോൾ ഈ 5 വർഷം കഴിയുമ്പോൾ എത്ര ആവണം? അതിൻ്റെ ഇരട്ടിയാവണ്ടേ? ഏകദേശം 2,96,000 ആവേണ്ടത് ഈ വർഷം 6 ലക്ഷം കോടി ആവാം ഈ വർഷം അവസാനം. ഇത് കണക്ക് കൂട്ടിയിട്ടാണ് ആ ടീച്ചർ പറഞ്ഞത്. ടീച്ചർ അങ്ങനെ പറഞ്ഞ് നോക്കണ്ടേ ഇത്? പക്ഷേ നമുക്ക് നമ്മുടെ നല്ല കാലം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷം ലാസ്റ്റിലെ കഴിഞ്ഞ വർഷം ഇൻ്റർവ്യൂ പീരീഡിൽ ഫിനാൻസ് കമ്മീഷൻ വന്ന നല്ല കാലം എന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇവർ 30% പഴയ കിഫ്ബിയുടെ കൂടെ കട്ട് ചെയ്തെല്ലാം വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ആകെ ഇവരെടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് നമുക്ക് 2,70,000 ഈ വർഷം അവസാനം നമുക്ക് കിട്ടും മാക്സിമം. ദാറ്റ് മീൻസ് 1,30,000 ബോറോയിങ് മാത്രം കുറഞ്ഞു. ഇഫ് ഐ ആം ഗെറ്റിംഗ് 30,000 crores, നോ ഡ്യൂസ് വിൽ. ഈ ഗവൺമെന്റിന് കിട്ടാനുള്ള 1,60,30,000 കോടി രൂപ ബോറോയിങ് കുറച്ചു. നേരത്തെ പറഞ്ഞ പോലെ കിട്ടേണ്ട ഡ്യൂസി പൂളിൽ നിന്ന് കിട്ടേണ്ട എല്ലാം കുറച്ചു. ഈവൻ ദെൻ നമ്മൾ 50,000 crores അഡീഷണൽ ഉണ്ടാക്കിയിട്ടാണ് വി ആർ മാനേജിങ് ദിസ്. അങ്ങനെ മാനേജ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് വാസ്തവത്തിൽ നമുക്ക് എലിജിബിളായി കിട്ടേണ്ട കാര്യം കിട്ടിയാൽ വി ക്യാൻ ഡു എ ലോട്ട് മോർ. അതാണ് പ്രശ്നം. ഇപ്പോൾ ഇത്രയും ചെയ്തെങ്കിൽ ഇതിനേക്കാളും നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് കേരളത്തിൻ്റെ ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ഞാൻ അങ്ങേയറ്റം ഹോപ്പ്ഫുള്ളാണ്. വളരെ നമ്മുടെ ഈ ഒരു സ്ഥിതിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അടുത്തൊരു 10 വർഷം കഴിയുമ്പം കേരളം ഒരു ഇവിടെ നേരത്തെ ശ്രീ സി ബാലോപാലൊക്കെ പറഞ്ഞാൽ നമുക്ക് ധാരാളം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, നോട്ട് ഓൺലി IT, നോട്ട് ഓൺലി സോഫ്റ്റ് എംപ്ലോയ്മെൻറ്റ്, ഈവൻ ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ ആൻഡ് നോട്ട് പൊല്യൂട്ടിങ്, അത് വളരെ പ്രധാനമാണ്. ആൻഡ് ടൂറിസം, അതർ ഏരിയാസിൽ നമുക്ക് വളരെ വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പശ്ചാത്തലം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞൊരു സ്ട്രഗിൾ വരുന്നു. അതിനകത്ത് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനിയും കൂടുതൽ ഡേഞ്ചറസ് ആയ സാഹചര്യമാണ് കാണുന്നത്. 2 ദിവസമായിട്ട് പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ഒരാഴ്ച, 2 ദിവസമല്ല, 2-3 ആഴ്ചയായിട്ട്, 1 മാസമായിട്ട് വരുന്നത്, ഇന്ത്യ ഹാവ് ടു റെഡ്യൂസ് യുവർ താരിഫ്. ഓൾറെഡി നമ്മൾ അറിയാതെ താരിഫ് ചേർത്ത് കുറച്ചു കഴിഞ്ഞു. ലാൻഡ് റോവർ, ജഗ്വാർ തുടങ്ങിയ വലിയ വണ്ടികളും മറ്റ് സാധനങ്ങളും കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഇറക്കുമ്പോൾ അദ്ദേഹം ഡ്യൂട്ടി 10% കുറച്ചു. അത് വലിയ വണ്ടികളാണ്. സോ ഇഫ് vehicles are coming, if products are coming from other countries with a low tariff, what will be the future? കോവിഡിനേക്കാളും വലിയ ക്ഷീണമായിരിക്കും. കോവിഡ് നമുക്ക് നേരിടാം. ഇന്ത്യക്ക് മൊത്തം ഉണ്ടായത്, ലോകത്ത് മൊത്തം ഉണ്ടായത് കോവിഡ്. സോ ദ ട്രംപിൻ്റെ എക്കണോമിക്സും ഇൻ്റർനാഷണൽ എക്കണോമിക്സും വിൽ ക്രിയേറ്റ് എ സിറ്റുവേഷൻ മച്ച് വർസർ ദാൻ കോവിഡ്. എക്കണോമിക് കോവിഡിനെ ഏറ്റവും വലിയ സീരിയസ് ആയിരിക്കും. കാരണം ഇന്നത്തെ പത്രത്തിലും പ്രധാനപ്പെട്ട കാര്യം, റഷ്യയും ഇന്ത്യയും ഡെഡ് എക്കണോമിയാണ്. ദേ ആർ ഗോയിങ് ടു ഡൈ ബിക്കോസ് അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് നേരെയുള്ള താരിഫ് കൂട്ടുമെന്നാണ്. അങ്ങോട്ടിറക്കാൻ കയറ്റുമതി. കേരളത്തിൽ ഞാനിപ്പോൾ പിന്നെ ഡയറക്ടറോടെ പറയായിരുന്നു, ഒരാഴ്ചക്കകം നമുക്ക് ഇവിടെയുള്ള അക്കാഡമിക് കമ്മ്യൂണിറ്റി തന്നെ പങ്കെടുപ്പിച്ചിട്ട് ഒരു അധികം ദിവസം റൗണ്ട് ടേബിൾ നടത്തണം. ദ എഫക്ട് ഓഫ് താരിഫ്, ദിസ് കൈൻഡ് ഓഫ് ഡിസിഷൻസ്. ആ റൗണ്ട് ടേബിളിൽ നമുക്ക് പിന്നെ വിശദമായിട്ട് പോവാം. ഹൗ ഇറ്റ് വിൽ അഫക്ട് ഇന്ത്യ, സ്പെസിഫിക്കലി കേരള. നമ്മുടെ കൊഞ്ച്, തേയില, കയറ്റുമതി, എല്ലാ സാധനവും ബാധിക്കാൻ പോവാണ്. അക്കാഡമിക്സ് ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങോട്ട് വരികയാണ്. ഐഫോൺ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യണ്ട എന്ന് പറയുകയാണ്, അത് ഖത്തറി മതി. സോ നമ്മൾ ഈ കാര്യം എല്ലാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ എക്കണോമി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എങ്ങനെ പോകും? നമ്മുടെ ഈ ടാക്സ്, ഈ GST ഇപ്പോൾ വരുമോ? അടുത്ത ഫർദർ ആയിട്ടുള്ള അപകടം ഞാൻ കാണുന്നത്, ബിക്കോസ് ദിസ് ഇസ് എ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത്, ദിസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ദ ടാക്സേഷൻ സ്റ്റഡീസ്. ദർ ഇസ് എ കമ്പൽഷൻ ഫ്രം ദ US administration on international companies, not only US, led by US, to reduce the GST rate in the country. There are 4 slabs now. They want to reduce it further. Not because ipo thanne when GST was introduced, revenue neutral rate was 15.5%. Now it is reduced to 11%, less than 11. So tax is already reduced, but reduction of tax is not transferred to the common people. It was benefited the big industrial houses only. And അതുകൊണ്ട് ആ ടാക്സ് തന്നെ 3-2 ഉള്ളൂ. ഇപ്പോൾ ഈ GST വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആക്ച്വൽ ടാക്സ് ഇതിനേക്കാളും ഒരു 30-40% 40% അധികം ആയിരുന്നേനെ. അവിടെ ഫർദർ ദേ വാണ്ട് ടു സ്ക്യൂസ്, ദേ വാണ്ട് ടു റെഡ്യൂസ് ഇറ്റ്. ദാറ്റ് മീൻസ് ദ ബെനിഫിറ്റ് വിൽ ഗോ ടു ദി ഇന്റർനാഷണൽ കമ്പനീസ് വിച്ച് ആർ സ്ട്രഗ്ലിംഗ് നൗ. അവരുടെ എക്കണോമിക് ക്രൈസിസിനെ നമ്മുടെ മേളിൽ ലോഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് കോവിഡിനേക്കാളും സീരിയസ് ആയ പ്രശ്നമായിരിക്കും ഇൻ ദ ഫ്യൂച്ചർ. സോ ഐ തിങ്ക് ദി അക്കാഡമിക് കമ്മ്യൂണിറ്റി ഹാവ് ടു റേസ് ഫസ്റ്റ്, ബിക്കോസ് യു ഹാവ് ടു ടീച്ച് ദ പീപ്പിൾ. അത് വളരെ സീരിയസ് ആയ ഇഷ്യൂ ആയിരിക്കും. അതിനൊപ്പം ഇറക്കുമതി പുതിയ സാധനങ്ങൾ വന്നാൽ ഞാൻ ഒറ്റ കാര്യം എടുക്കാം. മിൽക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ എന്താവും സ്ഥിതി? ഇപ്പോൾ നമ്മൾ 50-55 രൂപ 60 രൂപ വരെ ഫാർമേഴ്സിന് ലോക്കലി കിട്ടുന്നുണ്ട്. 50-ന് തൊട്ടുവരെയാണ് മിൽമയ്ക്ക് കൊടുക്കുന്ന കർഷകർക്ക് കിട്ടുക. കേരളത്തിൽ 14 ലക്ഷം ഫാർമേഴ്സ് ഉണ്ട്, മിൽക്ക് ഫാർമേഴ്സ്. 26 രൂപ 30 രൂപയ്ക്ക് ആസ്ട്രേലിയൻ പാൽ ഇവിടെ ലാൻഡ് ചെയ്യും എന്നാണ് അവിടുത്തെ ആൾ പറയുന്നത്. 30 രൂപയ്ക്ക് പെർ ലിറ്റർ ആസ്ട്രേലിയയിൽ നിന്നുള്ള പാൽ ഇവിടെ വന്നാൽ വാട്ട് യുവർ ഫാർമേഴ്സ് വിൽ ബി ഹാപ്പി ഹു ആർ പർച്ചേസിങ്. പാലിന് വില കുറച്ച് കിട്ടും. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശമ്പളം തരാനും ആരും കാണത്തില്ല കേട്ടോ. കാരണം പാല് വിൽക്കുന്നതിൻ്റെ നിന്ന് ടാക്സും വരുമാനം വന്നില്ലെങ്കിൽ ശമ്പളം കിട്ടില്ല. കാരണം ഇത് ഞങ്ങൾക്ക് DA കിട്ടിയില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല എന്നൊക്കെ പറയാം. ഇക്കണോമിയിൽ പാൽ കൃഷിക്കാരുടെ മാത്രം കാര്യം ഞാൻ പറഞ്ഞു. സോ ഇഫ് ദിസ് ഈസ് ഹാപ്പനിങ്, അതുണ്ടാക്കുന്ന അപകടമുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല സമയമാണ് ഈ സെമിനാർ നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ കോവിഡിന് ശേഷമുള്ള സാഹചര്യത്തെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഇനി വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി കൂടി ചർച്ച ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മൾ നേരിടാൻ പോകുന്ന ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ടുള്ള അപകടമായിട്ട് വരുന്നത് ഈ താരിഫ് വാറാണ്. താരിഫ് വാറിൻ്റെ ഭാഗമായിട്ട്, താരിഫ് വാറല്ല, വാർ തന്നെയാണ്. നിങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ടോണം എന്ന് പറയുന്നതാണല്ലോ, ഡിക്റ്റേഷനാണല്ലോ.
അപ്പോൾ അങ്ങനെ തരുന്നൊരു സ്ഥിതിയിലേക്കാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ എക്കണോമിയെ കൂടുതൽ വർഷം ചെയ്യിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്ന് പോകാൻ വേണ്ടിയിട്ട് വലിയ സ്ട്രഗിൾ വേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി മനസ്സിലുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിചാരിച്ചതിനേക്കാൾ അല്പം കൂടിപ്പോയി. കാരണം ചെറിയ നിർത്തി.